ഹലോ ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ ഓൺ എക്സാം ഒക്കെ അടുക്കാറായി. അപ്പോൾ ഓൺ എക്സാമിന് പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻസിൽ മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസിനകത്ത് ഉണ്ടാവും. മെയിൻ ആയിട്ട് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് അറിയാത്ത ഒരു വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും വലിയൊരു ടാസ്ക്. പക്ഷേ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കണം. സോ നമ്മൾ അറിയാത്ത വാല്യൂവിന് കൊടുക്കുന്നത് എന്താണ്? എക്സ് എന്നൊരു ടേം ആണ്. നമ്മൾ അറിയാത്ത ഒരു വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഇതേ നമ്മുടെ എക്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അറിയാത്തൊരു വാല്യൂവിന് നമ്മൾ കൊടുക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അതൊരു നമ്പർ ആവാം, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസിൽ വരാം. ഓക്കെ, അപ്പോൾ സോ ഇക്വേഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു എക്സ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു അൺനോൺ വാല്യൂവിന് എക്സ് എന്ന് പേര് കൊടുക്കുന്നു. അല്ലെങ്കിൽ അതൊരു നമ്പർ ആയിരുന്നിരിക്കട്ടെ, നമ്പർ ആണ് എന്ന് വിചാരിക്കാം. സോ നമ്പർ ആണെങ്കിൽ അതിന്റെ 2 ടൈംസ് എടുക്കുവാണെന്ന് വിചാരിക്കാം. 2 ഇരട്ടി എടുക്കണം. ഒരു നമ്പറിനെ 2 ഇരട്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സിന്റെ 2 ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. പിന്നീട് അതിന്റെ 3 ടൈംസ് അല്ലെങ്കിൽ ത്രൈസ് എന്ന് പറയും. അതിന്റെ 3 ടൈംസ് അല്ലെങ്കിൽ ത്രൈസ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 3 ഇരട്ടി എടുക്കുന്നു. അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ 3 ഇരട്ടി കിട്ടുന്നു. പിന്നീട് അതിനുശേഷം ഒരു നമ്പറിന്റെ ഹാഫ് അല്ലെങ്കിൽ പകുതി എടുക്കണം. ആ നമ്പറിനെ നമുക്ക് പകുതിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുക ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ ഇവിടെ നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ പകുതി എടുക്കണമെങ്കിൽ നമ്മൾ എക്സ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. എക്സ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഒരു അൺനോൺ വാല്യൂ അല്ലെങ്കിൽ നമ്പറോ എക്സ് ആയിട്ട് എടുത്താൽ അതിന്റെ 2 ടൈംസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ 2 into x ദാറ്റ് ഇസ് 2x. അതിന്റെ 3 ടൈംസ് അല്ലെങ്കിൽ ത്രൈസ് 3 ഇരട്ടി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ into 3 3x. പിന്നീട് അതിനെ പകുതിയാക്കുന്നു, ഹാഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് 5 added to 5 times a number is 45. ഒരു സംഖ്യയുടെ 5 മടങ്ങിനോട് 5 കൂട്ടിയപ്പോൾ അത് 45 ആയി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ഏതാണ് ആ സംഖ്യ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അറിയാൻ പാടില്ലാത്തത് നമുക്കിവിടെ സംഖ്യയാണ്. സോ നമ്പർ അല്ലെങ്കിൽ സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ 5 ടൈംസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 5 ടൈംസ് എടുക്കണമെങ്കിൽ അതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 5x എന്ന് എടുത്തു. അതിനുശേഷം ഒരു 5 കൂടെ ആഡ് ചെയ്തു. ആഡിങ് 5 അതിനോട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഈ 5x-നോടൊപ്പം 5 ആഡ് ചെയ്യുമ്പോൾ എന്താകും? 5x + 5 എന്നാകുന്നു. ഇങ്ങനെ 5 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? 45 കിട്ടുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 5x + 5 = 45. നമുക്ക് കിട്ടേണ്ട ഉത്തരം 45 ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ഇക്വേഷൻ റെഡിയായി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഇക്വേഷൻ. 5x + 5 = 45. ഇനി നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ 5x-നെ നമ്മൾ ഇവിടെ നിർത്തുന്നു. ആൻഡ് +5-നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് -5 ആയി മാറുന്നു. സോ 5x = 45 - 5. 45 - 5. അപ്പൊ നമുക്ക് 45-ൽ നിന്നും 5 കുറച്ചാൽ 40 ആണ് കിട്ടുക. സോ 5x = 40. ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കണം. x = ഇവിടെ 5 into x ആയിരുന്ന സംഗതി 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകുന്നു. 40 divided by 5. 40 divided by 5 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. സോ x = 40 divided by 5 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 8 എന്നാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്ന ആ സംഖ്യ എത്രയായിരുന്നു? 8 ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ സംഖ്യ. ദാറ്റ് ഈസ് 40 divided by 5 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. നമുക്ക് എന്താണ്? എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 gives 756. വാട്ട് ഈസ് ദ നമ്പർ? 12 കൊണ്ട് ഗുണിച്ചാൽ ഒരു സംഖ്യ 756 ആയി മാറും. അപ്പൊ ഏതോ ഒരു സംഖ്യ ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്. അതിനെ 12 വെച്ച് ഗുണിക്കുന്നു. സോ 12 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 756 എന്ന് ആൻസർ കിട്ടണം. സോ ആൻസർ നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് എഴുതും. സോ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്പർ ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. അതിന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈയിങ് ബൈ 12.
12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ബൈ 12 എന്ന് പറയുമ്പോൾ 12x ആയി. അതിപ്പോ 12x ആയി. എക്സിനെ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിപ്പോ 12x ആയി. 12x ആയ ആ ഫിഗർ എത്രയാന്നാ പറയുന്നത്? 756. ഒരു സംഖ്യയെ 12 വെച്ച് ഗുണിച്ചാൽ 756 ആകുന്നു. അങ്ങനെയെങ്കിൽ എക്സ് എത്ര? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ എക്സ് നമ്മൾ ഇവിടെ നിർത്തുന്നു. ഇൻറ്റു 12 ആയത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 756 ഡിവൈഡഡ് ബൈ 12 എന്നാണ് നമുക്ക് വരിക. ഇപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഡിവിഷൻ ആകുന്നു. സോ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 63 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ആ സംഖ്യ ഏതാണ്? 63 ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ 3 added to double a number gives 101. Find the number. ഇവിടെയും ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ തന്നെയാണ് ചോദ്യം. എന്താണ്? ഒരു സംഖ്യ ഇരട്ടിയാക്കാൻ, ഒരു സംഖ്യയെ നമുക്ക് ഇരട്ടിയാക്കണം. ഇരട്ടിയാക്കാൻ 3 എണ്ണം ചേർത്താൽ, ദാറ്റ് മീൻസ് 3 കൂടെ ചേർത്താൽ എത്ര കിട്ടുന്നു? 101 ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സോ നമുക്കിവിടെ നമ്പർ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നുണ്ട് അല്ലെ? നമ്പർ ആണ് ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു വെക്കേണ്ടത്. നമ്പർ ഈക്വൽ ടു എക്സ്. എക്സ് ആണ് നമ്മുടെ താരം. സോ എക്സ് നമ്മൾ ആദ്യം എടുത്തു വെച്ചു. ഇനി അതിനെ ഡബിൾ ആക്കണം. ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കുക. എക്സിനെ ഇരട്ടിയാക്കണമെങ്കിൽ അതിനെ ഇൻറ്റു 2 ചെയ്യണം. 2 into x that is 2x. 2 into x that is 2x. അതിനുശേഷം എന്താണ്? 3 added to double എന്നാണ് പറയുന്നത്. ഈ ഇരട്ടി കിട്ടിയ ആ സംഖ്യയോട് 3 കൂടെ കൂട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 101 കിട്ടുന്നുള്ളൂ. സോ ആഡിങ് 3. 3 ആഡ് ചെയ്യാൻ പോവാണേ. സോ 2x നമുക്കിവിടെ കിട്ടി, ഇരട്ടി. ആ 2xനോട് 2x plus 3 ആഡ് ചെയ്തു. ഇരട്ടി കിട്ടി, അതിനോട് 3 ആഡ് ചെയ്താൽ 101 ആണ് കിട്ടുന്നത്. സോ 2x plus 3 equal to 101. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇതിൽ നിന്നും x തിരഞ്ഞെടുത്തെടുക്കണം. ഇനി 2xനെ ഞാൻ ഇപ്പുറത്ത് നിർത്തുന്നു ആൻഡ് പ്ലസ് 3 അപ്പുറത്തേക്ക് പോകുന്നു. 101 മൈനസ് 3 ആകുന്നു. പ്ലസ് 3 അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് 3 ആകുന്നു. ആൻഡ് 2x ഈക്വൽ ടു 101 നിന്നും 3 കുറച്ചാൽ 98 ആണ് ആൻസർ വരേണ്ടത്. എത്രയാണ്? 98. അതിൽ നിന്നും x കണ്ടുപിടിക്കാനായിട്ട് 98 ഡിവൈഡഡ് ബൈ 2. 98 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 98നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 49. 49 ആണ് നമ്മുടെ ഇവിടുത്തെ സംഖ്യ. ദാറ്റ് ഈസ് 49. ഓക്കെ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. 3 subtracted from double is 101. നേരത്തെ നമ്മൾ ആഡ് ആണ് ചെയ്തത്, ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. അത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഡബിളിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 101 ആൻസർ ആയിട്ട് കിട്ടണം. എങ്കിൽ ഏതാണ് ആ സംഖ്യ? ഏതോ ഒരു സംഖ്യയുടെ ഡബിളിൽ നിന്നും 3 കുറച്ചപ്പോൾ 101 കിട്ടണം. ഏതാണ് ആ സംഖ്യ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമ്പർ നമ്മൾ ആസ് യൂഷ്വൽ എക്സ് എന്ന് കൊടുക്കുന്നു, ഡബിൾ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. ഇനി എന്താണ്? കുറയ്ക്കണം അല്ലെ? -3 സബ്ട്രാക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 2xൽ നിന്നും -3 ചെയ്യുന്നു. 2x - 3 കിട്ടുന്ന ആൻസർ എത്രയായിരിക്കണം? കിട്ടേണ്ട ആൻസർ എത്രയായിരിക്കും? 2x - 3 എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 101. 2x - 3 ഈക്വൽ ടു 101 കിട്ടണം. സോ 2x ഈക്വൽ ടു ഈ -3നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാം. എക്സിന്റെ ടേംസിനെ നമ്മൾ ഒറ്റയ്ക്ക് ആക്കും. -3 അപ്പുറത്തേക്ക് പോകുമ്പോൾ +3 ആകുന്നു. 103 + 3. 103 + 3 നമുക്ക് നോക്കാം. 2x ഈക്വൽ ടു 103 + 3 ചെയ്യുമ്പോൾ 104 ആണ് ആൻസർ കിട്ടുന്നത്. 104. ഇനി നമ്മൾ എക്സിനെ ഇവിടെ നിർത്തുന്നു. 104 2 ഇൻറ്റു അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ എന്താവുന്നു? ഡിവൈഡഡ് ബൈ 2 ആകുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ, നമ്മുടെ ഫൈനൽ ആൻസർ x ഈക്വൽ ടു 52. ഇൻറ്റു 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകുന്നു. സോ 104 ഡിവൈഡഡ് ബൈ 2. 104 ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമുക്ക് താഴ്ത്തു വരിക. ഓക്കെ, 104നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 52 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ x ഈക്വൽ ടു ഇവിടുത്തെ സംഖ്യ ഏതാണ്? അപ്പോ ഇവിടുത്തെ സംഖ്യ 52 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടിയിരുന്ന നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണത്. ഇപ്പൊ നമ്മൾ ഇത്ര നേരം ചെയ്തത് ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇങ്ങോട്ടേക്കാണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇൻ എ കമ്പനി ദ മാനേജേഴ്സ് സാലറി ഈസ് 5 times ദാറ്റ് ഓഫ് എ പ്യൂൺ. ദ മാനേജർ ഗെറ്റ് ₹40,000 ഇൻ എ മന്ത്. ഹൗ മച്ച് ഡസ് പ്യൂൺ ഗെറ്റ് എ മന്ത്?
ഓക്കെ, എന്താണ് ഒരു കമ്പനിയിൽ മാനേജറുടെ ശമ്പളം, ഒരു മാനേജറും ഉണ്ട് പ്യൂണും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാനേജറുടെ ശമ്പളം ഒരു പ്യൂണിന്റെക്കാൾ 5 ഇരട്ടി കൂടുതലാണ്. അല്ലെ, ഒരു മാനേജറുടെ ശമ്പളം ഒരിക്കലും എപ്പോഴും കൂടുതൽ ആരുടെയാണ് കൂടുതൽ? മാനേജർ. സോ മാനേജറുടെ പ്യൂണിനേക്കാൾ കൂടുതലാണ്, വലുതാണ് എന്നുള്ള ചിഹ്നം. ഓക്കെ, മാനേജറുടെ പ്യൂണിനേക്കാൾ കൂടുതലാണ്. ആ ഒരു കോൺസെപ്റ്റ് ആദ്യമേ മനസ്സിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ദ മാനേജർ ഗെറ്റ്സ് ₹40,000. മാനേജർക്ക് എത്ര കിട്ടുന്നുണ്ട്? 40,000 കിട്ടുന്നെന്ന് പറയുന്നു. 40,000 രൂപ മാനേജർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്യൂണിന് എത്ര കിട്ടുന്നു? പ്യൂണിന് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ പ്യൂണിന് കിട്ടുന്ന പ്യൂണിന്റെ മന്ത്ലി സാലറിയെ എന്തായിട്ട് കണക്ക് കൂട്ടും? എക്സ് ആയിട്ട് കണക്ക് കൂട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതാം. പ്യൂൺ സാലറി എന്ന് കൊടുക്കുമ്പോ പ്യൂൺസ് സാലറിയെ നമുക്ക് എക്സ് ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ പ്യൂണിന്റെ സാലറി നമ്മൾ എക്സ് എന്ന് എടുത്തു. അതിനുശേഷം എന്താണ് പറയുന്നത്? മാനേജർ സാലറി ഈസ് 5 times ദാറ്റ് ഓഫ് പ്യൂൺ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മാനേജറിന്റെ സാലറി എടുക്കണം എന്ന് വെച്ചോ, മാനേജേഴ്സ് എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ എത്ര വന്നം? 5 ഇരട്ടി. പ്യൂണിന്റെ എക്സ് ആണെങ്കിൽ അതിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇൻടു 5 times ആണ് എന്ന് പറയുമ്പോൾ എക്സ് അതിന്റെ 5 ഇരട്ടി എടുക്കണം. ദാറ്റ് ഈസ് ഇൻടു 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5x എന്നാണ്. എന്താണ്? 5x എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ദ മാനേജർ ഗെറ്റ്സ് ₹40,000 എന്ന് വെച്ചാൽ 5x = 40,000 എന്നല്ലേ? 5x = 40,000 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മാനേജർക്ക് കിട്ടുന്ന സാലറി നമ്മളിവിടെ എഴുതി 5x എന്ന്. അത് 40,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്യൂൺ സാലറി, ദാറ്റ് ഈസ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് സിമ്പിൾ ആയിട്ട് എക്സ് കണ്ടുപിടിച്ചൂടെ? എക്സിനെ നമ്മൾ ഇവിടെ നിർത്തുന്നു, 5നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പുറത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന 5 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവുന്നു? ഡിവിഷൻ ആകുന്നു. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 40,000 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 8,000 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. 8,000 നമ്മുടെ ആൻസർ 8,000. പ്യൂണിന് എത്രയാണ് അപ്പോൾ മന്ത്ലി സാലറി? 8,000 രൂപയാണ് നമ്മുടെ പ്യൂണിന് കിട്ടുന്ന സാലറി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് പറയുന്നത്? ടിക്കറ്റ് റേറ്റ് ഫോർ ദ സയൻസ് എക്സിബിഷൻ ഈസ് 10 rupees ഫോർ എ ചൈൽഡ് ആൻഡ് 25 rupees ഫോർ ആൻ അഡൾട്ട്. അപ്പോൾ ഒരു ശാസ്ത്രമേള നിങ്ങളുടെ സ്കൂളിൽ നടക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ കുട്ടികൾക്കും നിങ്ങൾക്കും പങ്കെടുക്കാം, നിങ്ങളുടെ പാരൻസിനും പങ്കെടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അച്ഛനമ്മേനെയൊക്കെ വിളിച്ച് പോവാണ്. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് കയറണമെങ്കിൽ 10 രൂപ കൊടുക്കണം. 10 rupees ഫോർ എ ചൈൽഡ്. നിങ്ങൾ ഓരോരുത്തർക്കും 10 രൂപ എൻട്രി ഫീ ഉണ്ട്. ആൻഡ് 25 rupees ഫോർ ആൻ അഡൾട്ട്. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്ക് കയറണമെങ്കിലും 25 രൂപ കൊടുക്കണം. അവര് മുതിർന്ന ഒരാളാണ് അല്ലെ. അപ്പോൾ അഡൾട്ട് എന്ന് പറഞ്ഞാൽ മുതിർന്ന ഒരാൾ. പുള്ളിക്ക് എത്ര വേണം? 25 രൂപ കൊടുക്കണം. ആൻഡ് നമ്മുടെ സ്കൂളിലെ സയൻസ് എക്സിബിഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ എടുത്ത കണക്കും പ്രകാരം അവർക്ക് മനസ്സിലായത് 740 രൂപ വേർ ഗോട്ട് ഫ്രം 50 persons. നിങ്ങളും നിങ്ങളുടെ പാരൻസും എല്ലാവരുമായിട്ട് 50 പേര് അവിടെ വന്നു. എത്രയാണ്? 50 പേര് അവിടെ വന്നു. ആൻഡ് ഈ 50 പേരിൽ നിന്നും അവർക്ക് പിരിഞ്ഞു കിട്ടിയ തുക, 50 പേരിൽ നിന്നും അവർക്ക് പിരിച്ചെടുത്ത തുകയാണ് എത്ര? 740 രൂപ. 740 രൂപ. ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട്. ആകെ കിട്ടിയ തുക. ഇത് മൊത്തം ആളുകളുടെ എണ്ണം 50, പിന്നീട് ടോട്ടൽ എമൗണ്ട് ആകെ കിട്ടിയ തുക 740 രൂപ. 740 രൂപ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് എങ്കിൽ ഹൗ മെനി ചിൽഡ്രൻ എമംഗ് ദം? കുട്ടികളായിട്ട് നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾ എത്ര പേര് സയൻസ് എക്സിബിഷൻ കാണാൻ സ്കൂളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ആയിട്ട് നമ്മൾ എന്തിനെ എടുക്കണം? ചിൽഡ്രൻ. ആരെയാണ്? ചിൽഡ്രൻ ആണ് നമ്മളെ എക്സ് ആയിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ, എത്ര കുട്ടികൾ വന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മളൊരു ബോക്സ് ആയിട്ട് ചെയ്യേണ്ടത്, ഒരു ബോക്സ് ആക്കി എടുക്കുവാണ്. ചൈൽഡ് എന്നും അഡൾട്ട് എന്നും 2 ബോക്സ് ആക്കുന്നു. അതിനകത്ത് ഫസ്റ്റ് ബോക്സിൽ ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ വീണ്ടും 3 കോളാക്കി തിരിക്കുകയാണ്. ഫസ്റ്റ് കോളത്തിന്റെ പേര് നമ്പർ, എത്ര എണ്ണം ആൾക്കാർ വന്നിരുന്നു എന്ന് ഒരു കോളത്തിൽ പറയുന്നു. ആൻഡ് അതിനുശേഷം റേറ്റ്, എത്രയായിരുന്നു അവരുടെ ടിക്കറ്റ് നിരക്ക് എത്രയായിരുന്നു എന്നാണ് അടുത്ത കോളത്തിൽ. ആൻഡ് അതിൻ്റെ അടുത്ത കോളത്തിൽ എമൗണ്ട്, കിട്ടിയ തുക. അങ്ങനെ 3 കോളായിട്ട് നമ്മൾ തിരിച്ചു. ഓക്കെ, ഇനി നമ്മൾ അതിനുശേഷം ചെയ്യുവാണ്. എണ്ണം നോക്കുമ്പോൾ
നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ചിൽഡ്രൻ. നമ്പർ ഓഫ് ചിൽഡ്രനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചിൽഡ്രന് ആദ്യം തന്നെ എന്ത് കൊടുക്കണം? ചിൽഡ്രന്റെ എണ്ണത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കണം. അപ്പൊ മൊത്തത്തിൽ അവിടെ 50 പേരാണ് വന്നത്. അതിൽ കുട്ടികൾ എക്സ് എണ്ണമാണെങ്കിൽ ബാക്കിയുള്ള അഡുൽസ് എത്രയായിരിക്കും? മുതിർന്നവർ എത്രയായിരിക്കണം? 50-ൽ നിന്നും ഇവരെ കുറച്ചാ പോരെ. 50-ൽ നിന്നും എക്സ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് മുതിർന്നവരുടെ എണ്ണം. മനസ്സിലായോ? 50-ൽ നിന്നും എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് അഡൾട്ട്സിന്റെ എണ്ണം കിട്ടുന്നു. ആൻഡ് അതിനുശേഷം റേറ്റിലേക്ക് വരുമ്പോൾ, നിരക്കിലേക്ക് ഒന്ന് നോക്കുമ്പോൾ എത്ര രൂപയാണ്? കുട്ടികൾക്ക് 10 രൂപയാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് മുതിർന്നവർക്കോ 25 രൂപ. അങ്ങനെ ഒരു കുട്ടിയിൽ നിന്നും 10 രൂപ കിട്ടിയാൽ മൊത്തം നമുക്ക് കിട്ടേണ്ട തുക എത്രയാണ്? എക്സ് കുട്ടികളിൽ നിന്നും 10 രൂപ വച്ചിട്ട് 10x രൂപ നമ്മുടെ പോക്കറ്റിൽ വേണം. എത്ര? 10x രൂപ നമ്മുടെ പോക്കറ്റിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ അഡൾട്ട്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ 25 രൂപയായിരുന്നു അവരുടെ നിരക്ക്. അങ്ങനെ 50 - x മുതിർന്നവരുടെ എണ്ണം വന്നിട്ടുണ്ട്. 50 - x ആണ് മുതിർന്നവരുടെ എണ്ണം. അത്രയും പേര് വന്നു. അതിൽ ഒരാൾക്ക് 25 രൂപ എന്നുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. അതിനുശേഷം ഈ 2 എമൗണ്ട് കൂടി കൂട്ടി കിട്ടുന്നതല്ലേ ഈ കിടക്കുന്ന 740. ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ടോട്ടൽ എമൗണ്ട് 740 ആണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. 740 ആണ് നമുക്ക് കിട്ടിയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത്? 740 രൂപ. നമ്മളിപ്പോ 2 എമൗണ്ട്സ് പറഞ്ഞിരുന്നു, 10x ഉം 25 × 50 - x. അപ്പൊ അത് രണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് 740 കിട്ടുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ. സോ ഫസ്റ്റ് എമൗണ്ട് 10x, കുട്ടികളുടെ കാര്യമാണ് 10x പറയുന്നത്. അതിനുശേഷം അഡൾട്ട്സിന്റെ കാര്യം 25 × 50 - x. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടേണ്ടത്? 740 രൂപ. 740 രൂപ. 740 എഴുതി. എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി അല്ലെ. 10x നമ്മൾ അങ്ങനെ തന്നെ ഇറക്കി എഴുതുന്നു. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 25-നെ 50 കൊണ്ടും x കൊണ്ടും കോമൺ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുവാണ് 25-നെ ആദ്യം എന്ത് ചെയ്യും? 50 വെച്ച് ചെയ്യുന്നു. അതിനുശേഷം 25-നെ നമ്മൾ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ കോമൺ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട പോർഷനിൽ ചെയ്യേണ്ട. അപ്പൊ ഇതുപോലെ ഒന്ന് വരച്ചു വെച്ചോ, അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം 25 × 50. പിന്നീട് ഇവിടുത്തെ സൈൻ മാറരുത്. സൈൻ എത്രയാണ്? മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് അങ്ങനെ തന്നെ ഇറക്കി എഴുതുന്നു. അതിനുശേഷം 25 × x. 25 × x ഈക്വൽ ടു ഇപ്പുറത്ത് ആര് തന്നെ വരും? 740 തന്നെ ഇങ്ങോട്ടേക്ക് വരും. 740. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. നമുക്ക് 25 ഉം 50 കൂടി മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. 10x അങ്ങനെ തന്നെ എഴുതാം. 25-ഉം 5-ഉം കൂടി 50-ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 25-ഉം 5-ഉം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 0 അതിന്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ തെറ്റും. 1250 എന്നാണ്. നമ്മൾ 25-ഉം 5-ഉം കൂടി ചെയ്യുമ്പോൾ 125 കിട്ടുന്നു. അതിനോടൊപ്പം 0 ഇട്ട് കൊടുത്താൽ മതി. അതാണ് സിമ്പിൾ മെത്തേഡ്. അതിനുശേഷം 25 × x, ദാറ്റ് ഈസ് 25x. ആൻസർ നമുക്ക് 740 എന്ന് കിട്ടുന്നു. 740 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ എക്സിന്റെ ടേംസിനെ അടുപ്പിച്ച് എഴുതാൻ പോവാണ്. 10x ഉം 25x ഉം വെറും 25x അല്ല, -25x. അതിന് മുന്നിൽ ഒരു മൈനസ് കിടപ്പുണ്ട്. പുള്ളി കുറച്ച് VIP ആണ്, അതുകൊണ്ട് പുള്ളി അടക്കം ഇങ്ങോട്ട് കൊണ്ടുവരാണ്. -25x. അപ്പൊ എക്സിന്റെ ടേംസ് അടുത്തടുത്താൽ ഇനി നമുക്ക് ഇവിടെ ഒരു 1250 അധികപ്പെറ്റായിട്ട് കിടപ്പുണ്ട്. അവരൊന്നെടുത്ത് മാറ്റാം. 1250-നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാം. ഇവിടെ നിന്ന് നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആളുണ്ട്, അപ്പൊ അവര് തമ്മിൽ കൂടിക്കോളും. അതുകൊണ്ട് നമ്മൾ 1250-നെ വീണ്ടും അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. +1250 അപ്പുറം ചെല്ലുമ്പോൾ എന്താകും? -1250. 740 ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ -1250 കൂടെ വരുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 10x-ൽ നിന്നും 25x മൈനസ് ചെയ്യാം. ഇവിടെ എന്താ 10 എന്ന് പറയുന്ന ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറച്ചാൽ നെഗറ്റീവ് വരും. 10-ൽ നിന്നും 25 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തിരിച്ചു കുറയ്ക്കണം. ആദ്യം 25-ൽ നിന്ന് 10 കുറയ്ക്കണം. എത്രയാണ്? 15. തിരിച്ചു കുറയ്ക്കാം. വലുതിൽ നിന്ന് ആദ്യം ചെറുത് കുറയ്ക്കാം. അപ്പൊ 15 കിട്ടും. എന്നിട്ട് നെഗറ്റീവിന്റെ സൈൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തെറ്റും. അതിനുശേഷം ഇവിടെ നോക്കുമ്പോഴും സെയിം സിനാറിയോ അല്ലെ. 740-ഉം 1250-ഉം ചെറുതാണ് ആദ്യം കിടക്കുന്നത്. അപ്പൊ ഇവിടെയും എന്ത് വരും? നെഗറ്റീവ് വരുന്നു. പിന്നെ 1250-ൽ നിന്ന് 740 കുറയ്ക്കാം. കിട്ടുന്നത് 510 എന്നാണ്. 510 എന്നാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? -15x = -510.
മൈനസ് 510. നമ്മൾ പറഞ്ഞു വന്നത് -15x ഈക്വൽ ടു -510 എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുമ്പോൾ രണ്ട് സൈഡിലും ആരുണ്ട്? നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവിനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് രണ്ടുപേരെയും കളഞ്ഞു. കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് കളയാം. കളഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യ മാത്രം എടുത്ത് എഴുതുന്നു. രണ്ടിലും നെഗറ്റീവ് പോകുമ്പോൾ 15x ഈക്വൽ ടു 510 510 എന്ന് കിട്ടുന്നു. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യണം. എക്സ് ഇപ്പുറത്ത് നിർത്താം. 510 ഡിവൈഡഡ് ബൈ 15. 510നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 510നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഉത്തരം 34 എന്നാണ്. നമുക്ക് കിട്ടുന്ന ഉത്തരം 34 എന്നാണ്. സോ എക്സ് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. നമ്മൾ കൊടുത്തത് എക്സ്, നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നെയാണ് നമ്മൾ എക്സ് എന്ന് ആദ്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് 34 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 15ന്റെ ടേബിൾ ജസ്റ്റ് അങ്ങനെ എഴുതി വെക്കുക. 15ന്റെ ടേബിൾ എഴുതാൻ അത്യാവശ്യം എളുപ്പമാണ്. കൂട്ടി നിങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കൂട്ടി ആദ്യം ടേബിൾ എഴുതി വെക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് പറയുന്നത്? 5 times a number is equal to 3 times the sum of the number and 4. What is the number? പെട്ടെന്ന് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഈ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. പെട്ടെന്ന് വായിക്കുമ്പോൾ ഇത് എന്താ സംഗതി എന്ന് നമ്മൾ ഓർത്തു പോകും. എന്താന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആയിട്ട് വായിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് പറയുന്നത്? 5 times a number. അതിനെ തന്നെ നമുക്ക് ആദ്യം പിടിക്കാം. നമുക്ക് നമ്പർ അറിയാം, ദാറ്റ് ഈസ് എക്സ്. നമ്പർ എക്സ് ആണെന്ന് എടുത്തു. ആൻഡ് അതിൻ്റെ 5 ടൈംസ് നമ്മൾ പറഞ്ഞിരുന്നു. ഏതിൻ്റെങ്കിലും 5 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് എടുക്കാനാണെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ അങ്ങ് ചെയ്താൽ മതി. സോ 5x എന്ന് കിട്ടുന്നു. എക്സിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 5 ടൈംസ് എ നമ്പർ കണ്ടുപിടിച്ചു, 5x എന്നൊക്കെ കണ്ടുപിടിച്ചു. ഇനി പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു. അത് എന്തിനോടോ ഈക്വൽ ആണ്. 5 ടൈംസ് എ നമ്പർ ഈസ് ഈക്വൽ ടു. എന്തിനോടാണ് ഈക്വൽ ആയിട്ടുള്ളത്? 3 ടൈംസ് the sum of the number and 4. sum of the number എന്ന് പറയുമ്പോൾ അഡീഷൻ ആണ് വന്നത് അല്ലേ. സോ ആദ്യം നമുക്ക് അത് ചെയ്യാം. sum of the 4 എന്നാണ് പറയുന്നത് അല്ലേ. സോ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കുന്നു ആൻഡ് 4. sum of the number and 4 അത് നമ്മൾ എടുത്ത് എഴുതുന്നു. x പ്ലസ് 4. സം എടുക്കുമ്പോൾ നമ്മൾ അഡീഷൻ ആണ് കൊടുക്കേണ്ടത്. നമ്മളപ്പോൾ x പ്ലസ് 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനു മുന്നേ ഒരു സാധനമുണ്ട്. 3 times the sum of the number and 4. നമ്മൾ x plus 4 മാത്രമല്ല എടുക്കേണ്ടത്, അതിൻ്റെ 3 times നമ്മൾ എടുക്കുന്ന ഈ തുകയുടെ 3 ഇരട്ടി നമുക്ക് വേണം. സോ തുക x plus 4 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി കണ്ടുപിടിക്കാൻ അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. x plus 4 into 3. അപ്പോൾ നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്യേണ്ട സംഗതികൾ ഏതൊക്കെയാ? 5x-ഉം 3 into x plus 4-ഉം. സമ്മ് നമുക്ക് കിട്ടി. അതിൻ്റെ 3 ഇരട്ടി 3 ടൈംസ് എടുക്കുമ്പോൾ 3 into x plus 4 എന്ന് കിട്ടുന്നു. ഇനി ഈ 5x-ഉം 3 into x plus 4-ഉം ആണ് ഇവിടെ ഈക്വൽ ആണെന്ന് പറയുന്നത്. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇക്വേഷൻസ് തമ്മിൽ ഇനി ഇക്വേറ്റ് ചെയ്യാം. 5x നമ്മൾ ആദ്യം എടുത്തു 5 ടൈംസ്. അതിനുശേഷം 3 into x plus 4. 3 times of the number and 4. സം എടുത്തു, x plus 4 അതിൻ്റെ 3 ടൈംസ് എടുത്തു. ഇനി നമുക്കിത് മാറ്റി കണ്ടുപിടിക്കണം. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കണ്ടുപിടിക്കണം. ഇപ്പുറത്ത് 5x തന്നെ എഴുതാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത അതേ പരിപാടി ചെയ്യുമ്പോൾ 3നെ ഉള്ളിലേക്ക് എക്സിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3നെ 4ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അപ്പോൾ 3നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈനിന് മാറ്റൂല, നടുക്ക് പ്ലസ് തന്നെയാണ് വരുന്നത്. അതിനുശേഷം 3നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 5x ഇറക്കി എഴുതാം. 3 into x that is 3x plus 4 into 3 that is 12. 4 into 3 that is 12 കിട്ടുന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 5x ഇപ്പുറത്തും 3x അപ്പുറത്താണ്. അവർ ഒരിക്കലും അകന്നിരിക്കാൻ പാടില്ല, അവർ അടുത്തിരിക്കേണ്ട ആൾക്കാരാണ്. സോ 5x minus 3x equal to 12. എങ്ങനെയാണ്? ഇവിടെ ഉണ്ടായിരുന്ന 3x-നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടു, 5x ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ ഒരു കൂട്ടിനായിട്ട് ഇങ്ങോട്ടേക്ക് അവരെ ഒന്നിച്ചു. സോ പോസിറ്റീവ് 3x ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -3x ആയി. സോ 5x minus 2x. 5-ൽ നിന്ന് 3 അങ്ങോട്ട് കുറച്ചാൽ മതി. 5-ൽ നിന്ന് 3 കുറച്ചാൽ 2. x ഇട്ട് കൊടുക്കാൻ മറക്കരുത്. സോ 2x equal to 12 എന്ന് കിട്ടുന്നു. 2x equal to 12. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് x സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 2x equal to 12 ആണെന്നുണ്ടെങ്കിൽ
എക്സിനെ ഇവിടെ നിർത്തിക്കൊണ്ട് 2നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇൻറ്റു 2 അപ്പുറം ചെല്ലുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആകുന്നു. സോ 12/2 ഈക്വൽ ടു 6 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. നമ്മുടെ ആൻസർ കിട്ടുന്നത് 6 എന്നാണ്. വാട്ട് ഈസ് ദ നമ്പർ എന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമ്മൾ എടുത്തത് എക്സ് എന്ന് തന്നെയാണ്, അതുകൊണ്ട് 6 ആണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് മെൻ ഈസ് ത്രൈസ് ദ നമ്പർ ഓഫ് വുമൺ. അപ്പോൾ ത്രൈസ് കയറി വന്നിട്ടുണ്ട് ഇവിടെ. ദാറ്റ് മീൻസ് മൂന്നിരട്ടി എന്നാണ് പറയുന്നത് അല്ലെ, മലയാളത്തിൽ കിടക്കുന്നത് മൂന്നിരട്ടിയാണ്. അതിനുശേഷം 29 women and 60 men more joined the society and now the number of men is double the number of women. How many women are there in the society എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സഹകരണ ബാങ്ക്. ആ സഹകരണ ബാങ്ക് അതിൽ the number of men is thrice the number of women. അതായത് men, that means പുരുഷന്മാരാണ് അവിടെ കൂടുതൽ. വുമണിനേക്കാൾ, സ്ത്രീകളേക്കാൾ ആരാണ് കൂടുതൽ? പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. എന്താ പറയുന്നത്? മെൻ ഈസ് ത്രൈസ് ദ നമ്പർ ഓഫ് വുമൺ എന്നാണ് പറയുന്നത്. മെൻ ഈസ്, അതായത് മെന്നിന്റെ എണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വുമണിന്റെ എണ്ണം എടുത്തിട്ട് അതിനോടൊരു 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 ഇരട്ടിയോളം മെയിൽ ഉണ്ടെന്നാ പറയുന്നത്, പുരുഷന്മാരുണ്ടെന്നാ പറയുന്നത്. സോ അപ്പൊ നോക്കുമ്പോ എന്താ? മെൻ ഈസ് ത്രൈസ് ദ നമ്പർ ഓഫ് വുമൺ. മെൻ ഈക്വൽ ടു വുമണിനേക്കാൾ ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് മെൻ കിട്ടുന്നു. അതിനുശേഷം അവിടെ നടന്നൊരു സിനാരിയോ ആണ് 29 women and 60 men more joined the society. അപ്പോൾ എന്താണ് പിന്നീട് അതിനുശേഷം 29 സ്ത്രീകളും 16 പുരുഷന്മാരും കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. നേരത്തെ ഓൾറെഡി കുറച്ച് നമ്പർ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ കൂടുതൽ ആൾക്കാരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. 29 സ്ത്രീകളും 16 പുരുഷന്മാരും. അതിനു മുന്നേ നമുക്ക് എക്സ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൗ മെനി വുമൺ വേർ ദർ ഇൻ ദ സൊസൈറ്റി. വുമൺ എത്രയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് വുമൺ, സ്ത്രീകളുടെ എണ്ണത്തിന് നമ്പർ ഓഫ് വുമൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ത്രീകളുടെ എണ്ണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് വുമൺ, സ്ത്രീകളുടെ എണ്ണത്തിന് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് വുമൺ എക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മെൻ എത്രയായിരിക്കണം? അതിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ. ദാറ്റ് മീൻസ് എക്സിനോടൊരു 3 മൾട്ടിപ്ലൈ ചെയ്യണം. 3x എന്ന് കിട്ടുന്നു. അതിനുശേഷമാണ് നമ്മുടെ മറ്റേ സിനാറിയോ വരുന്നത്. 29 സ്ത്രീകളും 16 പുരുഷന്മാരും വരുന്ന കേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ എക്സ് എന്ന് കൊടുത്തു ആൻഡ് 3x എന്നാണ് മെന്നിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിമൺ എക്സ് ഉണ്ട് ആൻഡ് മെന്ന് അതിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ, ദാറ്റ് ഈസ് 3x ഉണ്ട്. ഇനി ഇതിനോടുകൂടെ കുറച്ച് ആൾക്കാർ വരുവാണല്ലേ, 29 വുമൺ. അപ്പൊ ഇവിടെ പ്ലസ് 29, ഒരു 29 പേര് കൂടുതൽ വന്നു. 29 പേര് കൂടുതൽ നമ്മുടെ വിമൺ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്ത് മെൻ എത്രയാണ് വന്നിരിക്കുന്നത്? 16 പുരുഷന്മാരാണ് വന്നിരിക്കുന്നത്. 16 പുരുഷന്മാർ. അപ്പൊ ഇങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ, ദാറ്റ് ഈസ് 29ഉം 16 പേരും കൂടിയ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു? നൗ ദ നമ്പർ ഓഫ് മെൻ ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വുമൺ. ഇപ്പോ മെന്നിന്റെ എണ്ണം, ദാറ്റ് ഈസ് എം, മെന്നിന്റെ എണ്ണം സ്ത്രീകളെക്കാൾ ഇരട്ടിയാണ്. സ്ത്രീകളെക്കാൾ 2 ഇരട്ടി കൂടുതലാണ്. മെൻ ഈക്വൽ ടു 2w, ദാറ്റ് മീൻസ് w ഫോർ വുമൺ, m ഫോർ മെൻ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മെൻ ഈക്വൽ ടു ഡബിൾ ദ നമ്പർ ഓഫ് വുമൺ എന്നാണ് പറയുന്നത്. എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, കാരണം ഇതാണ് പുതിയ സിനാറിയോ. റെഡ് വെച്ച് എഴുതിയിരിക്കുന്നതാണ് പുതിയ സിനാറിയോ. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ മെയിൽസ് എത്രയുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാർ എത്രയാണുള്ളത്? 3x പ്ലസ് 16 അല്ലെ. നേരത്തെ 3x ഉണ്ടായിരുന്നു, ശരിയാണ്. ഇപ്പൊ ഒരു 16 പേര് കൂടി വന്നില്ലേ, അപ്പൊ എന്തായത്? 3x പ്ലസ് 16 എന്നായി. ആൻഡ് ഇനി അപ്പുറത്ത് എന്ത് എഴുതും? 2 ഇൻറ്റു വുമൻസിന്റെ എത്ര എണ്ണമാണ് ഇപ്പൊ? x പ്ലസ് 29. നേരത്തെ x ആയിരുന്നു, ഇപ്പൊ ഒരു 29 പേര് കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ 3x പ്ലസ് 16 ഈക്വൽ ടു, ഇതിനെ ബ്രാക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബ്രാക്കറ്റിലേക്ക് ഒന്ന് ഇടുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ് എത്തി നിൽക്കുന്നത്. 3x പ്ലസ് 16 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 29 എന്ന ഇക്വേഷനിലേക്ക്. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം അല്ലെ. ഇനി നമുക്ക് ഇത് ചെറുതാക്കി എടുത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 3x പ്ലസ് 16 അങ്ങനെ എടുത്ത് എഴുതി. ഇനി 2നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 2നെ നമുക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആൻഡ് 2നെ നമുക്ക് 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 29 എടുത്തെഴുതുന്നു. അതിനുശേഷം 3x പ്ലസ് 16
2 into x, that is 2x. 2നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2x തന്നെ കിട്ടാം. ആൻഡ് 29നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 58 എന്നാണ് കിട്ടുക. 29നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 58 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് എക്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം അല്ലേ. ഒരു എക്സ് ഇപ്പുറത്താണ്, 3x ഇപ്പുറത്തും 2x അപ്പുറത്തും. അവരെ പിരിക്കാൻ പാടില്ല, അവർ ഒന്നിച്ചെടുത്തണം. അതുകൊണ്ട് നമ്മൾ 2xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. 3x minus 2x അങ്ങനെ കിടക്കുമ്പോഴാണ് നോക്കുമ്പോൾ 16 ഒരു അധികപ്പെട്ടായിട്ട് അവിടെ കിടക്കുവാണ്. അപ്പോൾ 16നെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കണം. സോ 16 നേരെ അപ്പുറത്തേക്ക് പോകുന്നു. എന്താവും? 58നോടൊപ്പം ചേരാനായിട്ട്, അവരുടെ ഗ്രൂപ്പിൽ ചേരാനായിട്ട് 16 അങ്ങോട്ടേക്ക് ചെല്ലാം. സോ -16 ആകുന്നു. +16 അപ്പുറം ചെല്ലുമ്പോൾ -16 ആകുന്നു. +2x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2x ആകുന്നു. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറുന്നു? 3x - 2x = 58 - 16 എന്നാകുന്നു. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. 3x ഉണ്ട്, 2x ഉണ്ട്. 3ൽ നിന്ന് 2 കുറച്ചാൽ 1. സോ 3x - 2x = വെറും x. 3ഉം 2ഉം കൂടി കുറച്ചാൽ 1 ആണ്. 1x എന്ന് എഴുതിയാലും x എന്ന് എഴുതിയാലും എല്ലാം കറക്റ്റ് തന്നെ. ഓക്കെ, അതിനുശേഷം 58ൽ നിന്നും 16 കുറക്കണം. 8ൽ നിന്ന് 6 കുറച്ചാൽ 2, 5ൽ നിന്ന് 1 കുറച്ചാൽ 42. സോ എത്രയാണ്? 42 ആണ് നമുക്ക് ഇവിടെ x എന്ന് പറഞ്ഞ് കിട്ടാം. അപ്പൊ നമ്മുടെ സ്ത്രീകളുടെ എണ്ണം, ഹൗ മെനി വുമൺ വെയർ ദർ ഇൻ ദ സൊസൈറ്റി, സ്ത്രീകൾ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. നമ്മൾ എടുത്തിരുന്നതും എക്സ് സ്ത്രീകളുടെ എണ്ണമായിട്ടാണ്. അതുകൊണ്ട് 42 ആണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മളപ്പോൾ ഈ പാഠത്തിലെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് ചെയ്ത് തന്നെ പഠിക്കാം. എക്സാമിന് നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ